ഇപ്പം എൻ്റയർ ജേർണി തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇനിയുള്ള ആസ്പിറൻസിനോട് നിങ്ങൾക്ക് പറയാനായിട്ട് എന്താണുള്ളത്? നിഫ്റ്റ് നോക്കുവാണെങ്കിൽ സ്ട്രിക്ട്ലി നിങ്ങളുടെ ആർട്ടിൽ എസ്തറ്റിക്സ് നന്നായിട്ട് കൊണ്ടുവരാൻ നോക്കുക. ആൻഡ് ഞാൻ വിട്ടുപോയത് ഇംഗ്ലീഷും മാത്സ് അത് നന്നായിട്ട് നോക്കുക. ഇതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി മാത്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ബേസിക് ലോജിക്കൽ മാത്സ് അതൊക്കെ നന്നായിട്ട് നോക്കുക. പാട്ടയിലാണ് കൂടുതൽ വെയിറ്റേജ്, അപ്പം അതിൽ വിടാണ്ടിരിക്കും ഇംഗ്ലീഷും മാത്സും. അതായത് ഗാറ്റ് നിഫ്റ്റിന്റെ ഗാറ്റ് സെക്ഷനും അത്യാവശ്യം നല്ലോണം ഫോക്കസ് ചെയ്യണം. പിന്നെ സിറ്റുവേഷൻ എസ്തറ്റിക്സ് നന്നായിട്ട് നല്ല രീതിയിൽ ചെയ്യാൻ നോക്കുക. കുറേ ഇംപെർഫെക്ഷൻസ് ഉണ്ടാവാണ്ട് നോക്കുക. യൂസീഡിലാകുമ്പോഴും ഈ പറഞ്ഞ പോലെ 10 വരെയൊക്കെയുള്ള ഒരു ലോജിക്കൽ മാത്സ് എന്തായാലും ആവശ്യമുണ്ട്. ഡെയിലി വരയ്ക്കുന്നത് നല്ല കാര്യമാണ്. ഏത് എക്സാം ആയാലും ഈ ഡിസൈൻ ആപ്റ്റിറ്റ്യൂഡ് എല്ലാ എക്സാമിനും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ചുമ്മാ ടെൻഷൻ അടിക്കരുത്. ഇപ്പോൾ ലൈക്ക് എൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഞാൻ ഒരുപാട് വേണ്ടാതെ ടെൻഷൻ അടിക്കുന്ന ഒരാളാണ്. ഭയങ്കരമായിട്ട് നെഗറ്റീവാണ്. ഇപ്പോൾ ലൈക്ക് കൃഷ്ണ മാമിനോട് ചോദിച്ചാൽ അറിയാം, ഓരോ എക്സാം മാഡം പറ്റില്ല മാഡം. ഇപ്പോൾ നിഫ്റ്റിൻ്റെ ഫസ്റ്റ് കഴിയുമ്പോൾ തന്നെ മാമിനെ വിളിച്ച് പറഞ്ഞു, മാഡം ഞാൻ നാറ്റ് നോക്കാം. അപ്പോൾ അത്രയ്ക്ക് നെഗറ്റീവാണ് ഞാൻ. അത്ര നെഗറ്റീവ് അടിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ ചുറ്റിലുള്ളവർ ഭയങ്കര അടിപൊളിയായി വരക്കുന്നത് കണ്ടിട്ട് ഞാനൊന്നും അല്ല എന്ന് വിചാരിച്ചിരിക്കേണ്ട. ചിലപ്പം അവർക്കൊന്നും കിട്ടാതെ നമുക്കായിരിക്കും കിട്ടുക. സോ നമ്മൾ ആ ഒരു ക്രിയേറ്റിവിറ്റി എത്രത്തോളം കൊണ്ടുവരാൻ പറ്റും, ആ ഒരു ഡ്രോയിങ് സ്കില്ലാണ് വേണ്ടത്. അല്ലാതെ ഒരു പോർട്രേറ്റ് തന്നാൽ അത് അതേപോലെ റെൻഡർ ചെയ്യുക എന്നുള്ളതല്ല. ആക്ച്വലി നമ്മൾ ഡിസൈൻ എക്സാംസിന് അതല്ല വേണ്ടത്. മേ ബി ജെയ്ക്കൊക്കെ ഡ്രോയിങ് അവരങ്ങനെ ഒരുപാട് ക്രിയേറ്റീവായിട്ടൊന്നും ചോദിക്കില്ല. ഒരു പോർട്രേറ്റ് തരും, അത് മാക്സിമം അതേപോലെ ഡീകോഡ് ചെയ്യാൻ നോക്കാം. അതാണ് ജെയ്ക്കൊക്കെ ഉള്ളൊരു കൈൻഡ് ഓഫ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. പക്ഷേ ഡിസൈൻ എക്സാം എന്നൊക്കെ പറയുമ്പം ഇറ്റ്സ് ഓൾ അബൌട്ട് ഹൗ ക്രിയേറ്റീവ് യു ആർ ആൻഡ് എത്രത്തോളം അത് പേപ്പറിൽ കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെന്നുള്ളത്. അപ്പം ഡ്രോയിങ് സ്കില്ല് ബാക്കിയുള്ളവരുണ്ടെന്ന് കരുതിയിട്ട് നമ്മൾ അളക്കേണ്ട ആവശ്യമില്ല. അത് തന്നെ വന്നോളും. ആ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യണം. ലൈക്ക് ഫ്രം ദി വെരി ബിഗിനിങ് ടു ലാസ്റ്റ് വരെ നമ്മളങ്ങനെ ഉഴപ്പരുത്. ആ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുകയാണെങ്കിൽ ഗ്രാജുവലി ദർ വിൽ ബി സം ഇംപ്രൂവ്മെൻറ്റ് ആൻഡ് ഡെഫിനറ്റ്ലി ഇറ്റ് ക്യാൻ ഹെൽപ്പ് യു ഔട്ട്. ഇതിൽ സമാധാനമാണ്. അതായത് ക്രിയേറ്റിവിറ്റി വരണമെങ്കിൽ സമാധാനം ഉണ്ടാവണം. നമ്മൾ എക്സാം സെൻറ്ററിൽ ഇരിക്കുമ്പോഴും ഇതല്ല നമുക്ക് അടുത്തത് ഓപ്ഷൻ ഉണ്ട് എന്നൊക്കെയുള്ളൊരു സമാധാനം. അതായത് ഇത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് പ്രൈവറ്റിൽ പോവാം, അങ്ങനെയൊക്കെയുള്ളൊരു എങ്ങനെയെങ്കിലും നമ്മൾ മനസ്സിനെ ഒന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചാലാണ് നമുക്ക് ആ ക്രിയേറ്റിവിറ്റി വരുള്ളൂ. ഇല്ലെങ്കിൽ അയ്യോ അടുത്തുള്ള ഇന്ന കുട്ടി ഇങ്ങനെ ചെയ്യുന്നുണ്ട്, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, അവളെപ്പോലെ തന്നെ ചെയ്യാൻ പറ്റില്ല, മാറ്റണം, അപ്പം എന്ത് ചെയ്യും എന്നൊക്കെ വിചാരിച്ച് നമ്മളിങ്ങനെ ഇരുന്ന് പോകും. അപ്പോൾ സമാധാനത്തോടെ എല്ലാം ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അത് മോക്ക് ടെസ്റ്റ് എഴുതുമ്പോൾ തന്നെ നമ്മൾ ഇപ്പോൾ തിങ്ക് പോലെയുള്ള സ്ഥാപനത്തിൽ വരികയാണെങ്കിൽ നമ്മൾ കൂട്ടുകാരുടെ കൂടെയാണ് ഇരുന്ന് എഴുതുന്നത്. അപ്പോഴേ നമുക്ക് ആ ഒരു ടെൻഷൻ എങ്ങനെ കോപ്പ് ചെയ്യാം, അതായത് ടെൻഷൻ വരുമ്പോൾ എങ്ങനെ സമാധാനിക്കാം എന്നൊക്കെ ഈ തിങ്കിലെ മോക്ക് ടെസ്റ്റിൽ കൂടി തന്നെ നമുക്ക് കുറേയൊക്കെ കഴിവ് കിട്ടും. ഓക്കെ. റിപ്പീറ്റേഴ്സിലാണെങ്കിൽ കുറേ ടെൻഷനും ഭയങ്കര പ്രഷറും എല്ലാം ഉണ്ടാവും ഒരു ഗ്യാപ്പ് ഇയർ എടുക്കുന്നതിൻ്റെ. പക്ഷേ ആ 1 ഇയർ നല്ലോണം യൂസ് ചെയ്യാൻ ട്രൈ ചെയ്യുക. എൻ്റെ ഇക്കാക്ക എപ്പോഴും എന്നോട് പറയല് കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ട്രൈ ചെയ്യുക. എഫേർട്ട് ലാസ്റ്റ് ലുക്ക് ബാക്ക് ചെയ്യുമ്പോൾ എഫേർട്ട് ഇട്ടിട്ടില്ല എന്ന് തോന്നരുത്. അങ്ങനെ നമ്മളെ പറ്റുന്നത്ര ട്രൈ ചെയ്യുക.